ഹായ് ഫ്രണ്ട്സ്, സൺഡേ എപ്പിസോഡ്, ലാലേട്ടൻ വന്ന എപ്പിസോഡ്. രതീഷ് കുമാർ അങ്ങനെ എവിക്റ്റ് ആയിരിക്കണം. ബിഗ് ബോസ് പാട്ടൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞയച്ചത്. നീ വന്നാലും പോയാലും ഉണ്ടാ 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 പുള്ളിയുടെ തന്നെ പാട്ട് പറഞ്ഞിട്ട് നീ വന്നാലും പോയാലും എനിക്ക് ഉണ്ടയാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇത് ശരിക്കും ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അൺഫെയർ ആണെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ബിഗ് ബോസ് മലയാളം സീസൺ 5 വരെയും ഫസ്റ്റ് വീക്കിൽ അങ്ങനെ ഒരു കമ്പൾസറി എവിക്ഷൻ ഉണ്ടായിട്ടില്ല. ഈ ആഴ്ച ആരും പുറത്തു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പിടിച്ചു നിർത്താറില്ല ആളുകളെ. അപ്പോൾ അവർക്ക് ഒരാഴ്ചത്തെ കൂടി പ്രതീക്ഷയും കാര്യങ്ങളും കിട്ടും, ഒരാഴ്ചത്തെ കൂടി വോട്ടും കാര്യങ്ങളും കിട്ടും. അതിപ്രാവശ്യം ഉണ്ടായില്ല. ആദ്യത്തെ എവിക്ഷനിൽ തന്നെ ഒരാളെ പറഞ്ഞു വിട്ടു. രതീഷ് കുമാർ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആയിരുന്നു. ഇത്തിരി വെറുപ്പിക്കുന്ന കണ്ടന്റ് ആണെങ്കിലും പുള്ളി ഇത്തിരി ആക്റ്റീവായിരുന്നു. പലരെയും ആക്റ്റീവായിട്ട് നിർത്താനും പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ കേൾക്കാൻ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കും. പുള്ളി മാത്രം ക്യാമറയിൽ മതി. റേഡിയോ പോലെയൊക്കെയുള്ള ബിഹേവിയർ ആയിരുന്നു ചില സമയത്ത്. എനിക്ക് അത്യാവശ്യം വെറുത്തൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ ചില സമയം പുള്ളിയുടെ റിയാക്ഷൻസ് അടിപൊളിയാണ്. ചില സമയത്തുള്ള സാധനം ചിലത് നല്ല ക്യൂട്ടായിട്ട് പുള്ളി കാണിക്കും. ഓവറാക്കി കാണിക്കാത്തൊരു സംഭവം. പിന്നെ പുള്ളി ഇങ്ങനെ വരുമ്പോൾ ഈ കയ്യൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. ഇത്രയൊക്കെയാണ് രതീഷ് കുമാറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അൺഫെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, പിന്നെ ഇന്ന് ഒരുപാട് പേർക്ക് പല അവാർഡും കിട്ടി. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയിന് മണ്ടൻ അവാർഡൊക്കെ കിട്ടി. കളിയാക്കുന്ന പോലെ സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്, ഇതൊരു തമാശ മാത്രമായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണ്ടൻ അവാർഡൊക്കെ എടുത്തിട്ട് കൊടുത്തു. പുള്ളിയുടെ മുഖം ആകെ വല്ല എന്താ പറയുക, ഇപ്പോൾ എന്നും വീട്ടിലേക്ക് അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മുട്ടായി കൊണ്ടുവന്ന് ഒരു ദിവസം കൊണ്ടുവന്നില്ലെങ്കിൽ എന്തോ അതേപോലെയുള്ളൊരു ഫേസൊക്കെ ആയിരുന്നു പുള്ളിക്ക് ഭയങ്കര വിഷമമായി. അത് മണ്ടൻ എന്ന് പറഞ്ഞ ഒരു അവാർഡൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇത്തിരി ചൊറിയൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെരുമാറുന്ന ആ രീതിക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ഹേർട്ടാവില്ല. ചൊറിയൻ എന്നൊക്കെ പറഞ്ഞാൽ നീ എന്തൊരു ചൊറിയനാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഹേർട്ടാവില്ല. പക്ഷേ മണ്ടൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അവാർഡ് കൊടുക്കുമ്പോൾ അവർക്കും അവിടെയുള്ള ഓരോ ബുദ്ധിജീവികളുണ്ട്. ഇതുവരെ ഗെയിം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്ത വാഴകളാണ് ജിൻഡോയിനെ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ പലരോടും പലതും ചോദിച്ചിട്ട് ലാലേട്ടൻ അവർക്ക് തന്നെ അതിൽ ഒരു ആൻസറിലൊരു കുത്തോടുകൂടി മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കൗണ്ടർ എന്നൊക്കെ പറയില്ലേ, ലാലേട്ടൻ്റെ കൗണ്ടർ അടിപൊളിയാണ്. അപ്പോൾ നിഷാനെ മറ്റെങ്ങനെ ചോദിച്ചു, കോമണറായിട്ട് വന്ന നിഷാന വന്നു, ഞാൻ ബോള് കളിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഒരു ടാസ്ക് ഒക്കെ വന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം അതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ വന്നു. അപ്പോൾ ബോള് കളിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ മതി, എന്തിനാ വെറുതെ ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നത്? ഇത്രയും പേരുടെ 10,000-ഓളം ആളുകളുടെ ഇടയിൽ നിന്നാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്. നിങ്ങളിങ്ങനെ ഗെയിം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കയറി വരുന്ന സമയത്ത് മറ്റ് ചിലരുടെ അവസരങ്ങളല്ലേ അവിടെ ഇല്ലാതാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു റിപ്ലൈ ആയിട്ട് എനിക്ക് തോന്നി. എന്തൊക്കെയായാലും പുള്ളിക്കാരിക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ രതീഷ് കുമാർ എവിക്റ്റ് ആയതിന് ശേഷം ക്യാമറയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഡിസർവിങ് അല്ല എന്നുണ്ടെങ്കിൽ എന്നെ പറഞ്ഞയച്ചിട്ട് രതീഷ് ഏട്ടനെ തിരിച്ച് കയറ്റാനുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ കോൺഫിഡൻസ് ഒന്ന് ഇടിഞ്ഞു. അത് മാത്രമല്ല, പുള്ളിക്കാർ ഈ ഒരു ലാലേട്ടൻ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് ചായ കുടിക്കാൻ പോയപ്പോഴേക്ക് ഈ റോക്കി ഭായ് അങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇമോഷണലി തളർത്താൻ ചത്ത് കിടക്കുന്നവരെ പോയിട്ട് പിന്നി കുത്തിക്കൊല്ലുന്ന പരിപാടിയാണ് റോക്കിയുടെ പരിപാടി. റോക്കിക്കൊരു അന്തസ്സോ ഒന്നുമില്ല. റോക്കി ബാക്കിയുള്ളവരൊക്കെ പറയും എത്തിക്സ് ഇല്ല, അതില്ല, മാങ്ങാത്തൊലി ഇല്ല എന്നൊക്കെ. റോക്കി ഇൻസ്പിറേഷനാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയും. ഒരു കോപ്പുമല്ല അവൻ. എന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഓൾറെഡി ഒരാളുടെ നിന്ന് ഇങ്ങനൊരു ഹേർട്ടാവുന്ന രീതിയിലൊരു സാധനം വളരെ ഹെൽത്തിയർ വേയിൽ കേട്ടിട്ടിരിക്കുകയാണ്. ഹെൽത്തിയർ വേയിലായാലും അത് വേദനിക്കും. നമ്മുടെ ഒരു ഡ്രോബാക്ക് ഇത്തിരി കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണെങ്കിൽ നമ്മളത് വിഷമിച്ചിട്ടാണ് ഇരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് വീണ്ടും നീ എന്തിനാ വെറുതെ അവസരം നശിപ്പിച്ചുകൊണ്ട് കയറി വന്നത്, മറ്റു പലരുടെ അവസരം നശിപ്പിച്ചുകൊണ്ട് കയറി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിയാൻ പോയപ്പോൾ ജാസ്മിൻ അതിലിടപെട്ടു. ജാസ്മിനെ ഇന്നലെ എനിക്കൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഗബ്രിയെ കുറ്റം പറഞ്ഞ സമയത്ത് ഇടപെട്ടതിൽ ജാസ്മിനോട് എനിക്കൊരു വിരോധം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഗബ്രിയോട് ഒരു ഇത്തിരി കൂടുതൽ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അതല്ല. ഇന്ന് നല്ല നൈസായിരുന്നു. ജാസ്മിൻ റിയാക്ട് ചെയ്തത് നല്ല ബോൾഡായിട്ടായിരുന്നു. അത് പണ്ടും അറിയാം, യൂട്യൂബ് ചാനലിലും അറിയാം, പലരെയും വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്.
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവത്തിൽ റോക്കി ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയല്ലേ നീ ഇപ്പോൾ ഇടപെട്ടത് എന്നുകൊണ്ട് പറഞ്ഞു ചേഞ്ച് ഫേസ് എന്നൊക്കെ പറഞ്ഞു നല്ല രീതിക്ക് അങ്ങോട്ട് റോക്കിക്ക് നല്ല സമ്മാനം കൊടുക്കുന്ന പോലെ അങ്ങോട്ട് മറുപടി കൊടുത്തു. റോക്കിക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ. ഈ ഒരു ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ വെറുപ്പിക്കുകയാണെങ്കിൽ കൂടി സീരിയസ് ആയി വെറുപ്പിക്കാൻ റോക്കിയെ കഴിച്ചിട്ടുള്ളൂ. അത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നത് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ മൊത്തം വെറുപ്പിക്കുക, ബാക്കിയുള്ളവരെല്ലാം റോങ്, ഞാൻ മാത്രം ശരി എന്നുള്ളൊരു ചിന്താഗതിയാണ് റോക്കിക്ക്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്ക് വരുന്നതിന് മുൻപ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. കോമണറുള്ളൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അത്യാവശ്യം ഒച്ചയൊക്കെ എടുക്കുന്ന പെൺകുട്ടി, പേര് ഞാൻ മറന്നുപോയി. ആ കുട്ടി, അപ്സര, പിന്നെ സിജോ, ഇവരായിരുന്നു ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. ഈ 3 പേരിൽ ആര് ജയിക്കും എന്ന് രതീഷിനോട് ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ സിജോ ജയിക്കും എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആണായതുകൊണ്ട് ചിലപ്പോൾ ഫിസിക്കലി ഉള്ള സംഭവത്തിൽ പെട്ടെന്ന് ജയിക്കാൻ പറ്റും. അപ്സര പോയി ജയിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NCC കാഡറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ പുള്ളിക്കാരുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്, മിലിറ്ററിക്കാരി ആവാനായിരുന്നു ആഗ്രഹം, പക്ഷേ കലയോടുള്ള ഒരു കൂടുതൽ ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ നല്ലൊരു ചോയ്സ് എടുത്തത് അഭിനയമായിരുന്നു, അതിൽ നല്ല രീതിക്ക് ശോഭിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി നല്ല മറുപടി കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു രതീഷ് പിന്നെയും ഇങ്ങനെ പറഞ്ഞുള്ളൂ, റോക്കി പോയിട്ട് എന്താ ജയിക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പോകുന്നതിന് മുന്നേ പറഞ്ഞ്. ജയിച്ചു കഴിഞ്ഞ് വന്നിട്ട് റോക്കിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ജയിക്കുമെന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് തന്നെ സംസാരിച്ചു. റോക്കി പറഞ്ഞ പുള്ളിക്കാരിക്ക് ഹേർട്ടായിട്ടുണ്ട്. റോക്കി എല്ലാവരെയും വേദനിപ്പിക്കാൻ ബെസ്റ്റാണ്, പക്ഷേ എത്രത്തോളം ഇങ്ങനെ പോകുമെന്നറിയില്ല. രതീഷിനെക്കാട്ടിലൊക്കെ എതിരാളികൾ വരേണ്ടത് ശരിക്ക് റോക്കിക്കാണ്, സ്വഭാവം വെച്ചിട്ട്. അത്രയ്ക്കും തെണ്ടി സ്വഭാവം പുള്ളിക്കാരൻ്റെ. ഇൻറ്റൻഷനലി ഒരാവശ്യമില്ലാതെ അടി ഉണ്ടാക്കുക എന്നുള്ളൊരു രീതി തന്നെയാണ് റോക്കിയുടെ. സീരിയസ് ആയി വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് റോക്കി. പുള്ളിയെയും സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ജനങ്ങളുണ്ട്, അതാണ് കോമഡി. ചില ഗ്രൂപ്പിലൊക്കെ പലരും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കിളി പോവും. റോക്കി കപ്പ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ഉള്ളത്. രതീഷ് കുമാറിൻ്റെ എവിക്ഷനെ സംബന്ധിച്ച് കുറേ പേര് അങ്ങനെ ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവർ പറയുന്നത് സുരേഷിൻ്റെ മാമൻ്റെ മോനാണ് ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ സുരേഷിൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വേണ്ടപ്പെട്ടവരാണ് സുരേഷിൻ്റെ, അങ്ങനെ പറയുന്നുണ്ട്. ലാസ്റ്റ് വരെയൊക്കെ സുരേഷ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ചില തലമൂത്ത റിവ്യൂവേഴ്സ്, അതായത് പണ്ട് തൊട്ടേ വീഡിയോ ചെയ്യുന്ന റിവ്യൂവേഴ്സൊക്കെ ഇതാണ് പറയുന്നത്. എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രതീഷ് കുമാറിൻ്റെ എവിക്ഷനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളതൊന്ന് നിങ്ങൾ അഭിപ്രായം ജെന്യുവനായിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വോട്ടിങ് കുറഞ്ഞുകൊണ്ടാവാം, അല്ലാതെ ഇരിക്കാം, എന്തെങ്കിലും വേറെ റീസൺ ഉണ്ടാവാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സംഭവം ഒന്നും ആവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്താ വെച്ചാൽ കുറേ പേര് തള്ളുന്നുണ്ടായിരുന്നു ഈ ഒരു സുരേഷിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണെന്നൊക്കെ. എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ സെക്സ്വൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം സുരേഷും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഗേ എന്നൊന്നും വിളിച്ചിട്ടില്ല. പെണ്ണുങ്ങളുടെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വരുന്ന രീതിയൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റോങ് ആയ മെസ്സേജ് തന്നെയാണ് രതീഷ് കൊടുത്തത്. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു കാരണം വെച്ച് പുറത്താക്കാൻ മാത്രം ബിഗ് ബോസ് അത്രയ്ക്കും സില്ലി ആയിട്ടുള്ളൊരു ഷോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണിൽ മുളക് തേച്ചതിനൊക്കെ പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് കൈ തട്ടിയതിനൊക്കെ പുറത്തു പോയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള സംഭവത്തിന് പുറത്തു പോയിട്ടുണ്ടോ? പുറത്താക്കൂ, എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുരേഷ് അണ്ണനെയും പുറത്താക്കണം. സെക്സ്വൽ ഹറാസ്മെൻറ്റ് എന്നുള്ളൊരു വലിയ ടേമാണ് യൂസ് ചെയ്തത്, അതും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ലാലേട്ടൻ്റെ ഈ ഒരു സൺഡേ എപ്പിസോഡ്. വേറെ കുറേ ലാലേട്ടൻ്റെ ടക്സ് മാത്രമേ ഉള്ളൂ, അതൊക്കെ നേരിട്ട് കണ്ടറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു എവിക്ഷനെ പറ്റി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.